63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് സമാപനം. ജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. 965 പോയിന്റുമായി തൃശൂർ ജില്ലയാണ് മുൻപിൽ. കണ്ണൂരും പാലക്കാടും 961 പോയിന്റുമായി ഒപ്പത്തിനൊപ്പമുണ്ട്. വിരലിൽ എണ്ണാകുന്ന മത്സരങ്ങൾ മാത്രം ശേഷിക്കെ ഫോട്ടോ ഫിനിഷിനുള്ള സാധ്യതയാണ് കാണുന്നത്. വിവരങ്ങളുമായി കലോത്സവ നഗരിയിൽ നിന്ന് ന്യൂസ് മലയാളം കലോത്സവം ടീം ചേരുകയാണ്. ആദ്യം സേതു ലക്ഷ്മിയിലേക്കാണ്. സേതു, കൗമാര കലാമാമ്പകത്തിന് ഇന്ന് തിരശീല വീഴും. ഇന്ന് ആര് കിരീടം നേടുമെന്ന് അറിയാം. ഇന്നത്തെ മത്സരങ്ങൾ വളരെ നിർണായകമാണ്. എന്തൊക്കെയാണ് കലോത്സവ നഗരിയിലെ വിശേഷങ്ങൾ? അരുണ്യ പറഞ്ഞതുപോലെ തന്നെയാണ്. അങ്ങനെ കഴിഞ്ഞ 5 ദിവസം നീണ്ടുനിന്ന, ഇത് 5ാം ദിവസമാണ്, കഴിഞ്ഞ 4 ദിവസം നീണ്ടുനിന്ന ആ വീറും വാശിയും ഏറിയ പോരാട്ടങ്ങൾക്ക് ഇന്ന് തിരശീല വീഴുകയാണ്. അങ്ങനെ ഒരു വർഷം നീണ്ട കാത്തിരിപ്പാണല്ലോ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് വെച്ചാൽ. ഒരു വർഷം തീരുമ്പോൾ പിന്നെ അടുത്ത വർഷത്തേക്കുള്ള പ്രാക്ടീസൊക്കെ ഇവിടെ ഓരോ കുട്ടികൾ വന്ന് നമ്മളിങ്ങനെ അവരോട് സംസാരിക്കുമ്പോഴും ഇതിപ്പോൾ എപ്പോൾ തുടങ്ങി ഈ പ്രാക്ടീസ് എന്ന് ചോദിക്കുമ്പം ഉടനെ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ സ്കൂൾ തുറന്നപ്പോൾ മുതൽ തുടങ്ങി. അതായത് ഒരു വർഷം തുടങ്ങുമ്പോൾ മുതൽ തന്നെ ഇതിനേക്ക് വേണ്ടിയുള്ള ഒരു പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെയാണ് ഇവര്. അപ്പോൾ അങ്ങനെ സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ ഇന്നത്തെ അവസാന ദിവസമാണ്. ഇന്ന് തിരശീല വീഴാൻ പോവുകയാണ്. ഇനി ആ സ്വർണ്ണക്കപ്പ് ആര് നേടുമെന്നുള്ളത് അരുണ്യ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം ഇഞ്ചോട് ഇഞ്ചെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. തൃശ്ശൂര്, തൊട്ടു പിന്നിൽ പാലക്കാട്, കണ്ണൂര്. അപ്പോൾ ഇതിലൊക്കെ ഇവർ തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ വളരെ നേരിയ പോയിന്റ് വ്യത്യാസമാണുള്ളത്. അപ്പോൾ ആരൊക്കെ തമ്മിൽ ആര് എങ്ങനെ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. പക്ഷേ വരും മണിക്കൂറുകൾ അതുകൊണ്ട് തന്നെ നിർണായകവുമാണ്. നമുക്കൊപ്പം ബിനിലുണ്ട്. ബിനിലാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നൽകുക. അപ്പം നമ്മുടെ ന്യൂസ് മലയാളത്തിന്റെ ഹോൾ ടീം, കലോത്സവത്തിന്റെ മുഴുവൻ ടീമും എനിക്കൊപ്പം തന്നെ നമ്മുടെ ഈ വേദി ഒന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിലുണ്ട്. അപ്പം ഓരോരുത്തരും എത്തും പ്രേക്ഷകരുമായിട്ട് സംസാരിക്കാൻ. ഓക്കെ, തിരികെ കലോത്സവ വേദിയിലേക്ക് വരുമ്പോൾ ഞാൻ മാത്രമല്ല, എനിക്കൊപ്പം നമ്മുടെ സഹിൻ സാറും ഉണ്ട്. സഹിൻ സാറിനെ വിളിക്കേണ്ടത് ഷാരൂഖ് ഖാനെ വിളിക്കുന്ന പോലെ വിളിക്കണമെന്നൊക്കെയാണ്. വരൂ, ന്യൂസ് മലയാളത്തിന്റെ മണിമുത്തേ. ഇന്ന് പക്ഷേ സഹിൻ സാറിന് ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. കാരണം സഹിൻ സാർ ഭൂജാതനായിട്ട് 41 വർഷങ്ങളായിരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാനത് യഥാർത്ഥത്തിൽ ആലോചിച്ചില്ലായിരുന്നു. ഞാൻ കുറച്ചാ പറഞ്ഞേ. സഹിക്കാവുന്ന കാര്യമല്ല. സേതു ആയതുകൊണ്ട് എന്തും പറയാം എന്നുള്ളൊരു സ്വാതന്ത്ര്യം സേതുവിന് തന്നിരിക്കുന്നു. ഇന്ന് കലോത്സവം അവസാനത്തെ ദിവസമാ. കൊച്ചിക്കാരനായ സഹിൻ ആന്റണിക്ക് തിരുവനന്തപുരത്ത് വന്ന് കലോത്സവം കൂടി. അപ്പൊ എന്താ ഫീൽ? എന്താ? ഭയങ്കരമായ ഫീലായിരുന്നു. ഞങ്ങൾ ഇന്നലെ കോവളം കണ്ട്, നിങ്ങളുടെ നിയമസഭ കണ്ടു. ഒപ്പം തന്നെ അല്ലെ ഒരു കാര്യം, ഇവിടെ സഹിൻ സാറിനെ കൊണ്ടുവന്ന റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ സഹിൻ സാർ പോകുന്ന കോവളം, ശംഖുമുഖം, അല്ല അവിടേക്ക് ഈ പറയുന്ന കലോത്സവത്തിന്റെ വൈബുണ്ടല്ലേ, കാണാൻ വന്നിരിക്കുന്ന ആളുകൾ മുഴുവൻ അങ്ങടെ ഉണ്ട്. ഇവിടത്തെക്കാളും കൂടുതൽ സ്റ്റോറിയൊന്നും കണ്ടില്ല കേട്ടോ. അല്ല, സ്റ്റോറി കാണുന്ന എന്തിനാ? ഞങ്ങൾ ആളുകളെ കാണാനല്ലേ, സ്റ്റോറി കാണിക്കാൻ വേണ്ടിയിട്ടല്ല പോയത്. സേതു പറഞ്ഞതുപോലെ ഈ 5 ദിവസം ഈ കലോത്സവം കഴിഞ്ഞിട്ട് ഈ 5 ദിവസമായിട്ട് ഇന്ന് അവസാനിക്കാൻ നേരത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, വലിയ മത്സരം വരുന്നു. എല്ലാവരും അടിപൊളിയായിരുന്നു. ആരാണ് വിജയി എന്നുള്ളത് ഈ ഘട്ടത്തിലൊന്നും പറയാൻ പറ്റില്ല. ഇനിയും മത്സരങ്ങൾ തൃശ്ശൂര്, പാലക്കാട്, കോഴിക്കോട് ടൈറ്റ് ആണ്. ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് പാലക്കാട് 5ാം സ്ഥാനത്ത് എടുത്തിരുന്നു ഇന്നലെ വരെ. ഇന്നലെയാണ് പാലക്കാട് 2ാം സ്ഥാനത്തേക്ക് പറയുക. അത് 4 പോയിന്റിന്റെ വ്യത്യാസമുള്ളൂ ഇപ്പൊ കണ്ണൂരുമായിട്ട്, തൃശ്ശൂരുമായിട്ട്. അത് ചിലപ്പോൾ വീണ്ടും അട്ടിമറിക്കപ്പെടാൻ ഇന്നത്തെ മത്സരങ്ങൾ തുടങ്ങാൻ പോകുന്നല്ലോ. എല്ലാ മത്സരങ്ങൾ എന്ന് പറയുന്നത് വഞ്ചിപ്പാട്ടുണ്ട്, സ്കിറ്റ് ഉണ്ട്. ഇതൊക്കെ പാലക്കാട് പല ഘട്ടങ്ങളിൽ സമ്മാനം നേടിയിട്ടുള്ള, അല്ലെങ്കിൽ അവർ വലിയ ലീഡ് ഉണ്ടാക്കിയിട്ടുള്ള മത്സരങ്ങളാണ് ഈ വഞ്ചിപ്പാട്ടും ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മത്സരങ്ങളിൽ വലിയ സാധ്യതയും പാലക്കാടിനും ഒപ്പം തന്നെ കണ്ണൂരിനൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഈ ഘട്ടം വരെ ആരാണ് വിജയി എന്നുള്ളത് നമുക്ക് ഇനിയും പ്രഖ്യാപിക്കാൻ പറ്റിയിട്ടില്ല. സേതു വീട്ടിലേക്ക് പോയിരുന്നു. സേതുവിന്റെ വീട് തിരുവനന്തപുരത്തല്ലേ? ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നേ 2 ദിവസം നേരത്തെ കൊച്ചിയിൽ നിന്ന് വന്നിട്ട് വീട്ടിൽ പോയി എന്റെ അമ്മയുടെ ചോറും മീൻകറിയൊക്കെ കഴിച്ചു. അപ്പൊ 5 ദിവസം ചോറും മീൻകറിയൊക്കെ കഴിച്ചിരുന്നു, അല്ലെങ്കിൽ ഇവിടെ തന്നെയായിരുന്നു? ഇല്ല, 2 ദിവസം. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു. ഇന്നിപ്പോ നമുക്ക് അവസാന ദിവസം ആയതുകൊണ്ടേ മത്സരങ്ങൾ കുറവാണല്ലോ. പക്ഷേ ഒരു ടീമുണ്ട് ഇവിടെ. സേതു തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടീമാണെന്ന് തോന്നുന്നു. പറയാതെ നമ്മൾ അങ്ങനെ പറയരുത്. നമ്മള് അൺഎക്സ്പെക്ടഡ് ആയിട്ട് എൻട്രി ചെയ്യണം. ഹലോ, നമ്മൾ ഏത് സ്കൂളിൽ നിന്നാ? ഞങ്ങള് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂള്, ചാലക്കുടി, അന്നനാട്. ചാലക്കുടി. അപ്പം തൃശ്ശൂരല്ലേ? ഒപ്പത്തിനൊപ്പമാണ്. നിങ്ങൾ കപ്പടിക്കോ? അടിക്കും. ആത്മവിശ്വാസത്തിലാ. മക്കളെ, ഏതായിരുന്നു മത്സരം? വഞ്ചിപ്പാട്ട് ഇന്നാണല്ലേ? അല്ല, കഴിഞ്ഞു. വഞ്ചിപ്പാട്ട് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ആദ്യം ഒരു വഞ്ചിപ്പാട്ടിലേക്ക് പോയാലോ? പോവാം.
പാടാം. ഉണ്ണിക്കാളോടൊരുമിച്ച് ഉണ്ണിക്കാളോടൊരുമിച്ച് ഉണ്ണിക്കാളോടൊരുമിച്ചു മണ്ണിലങ്ങു കളിക്കുമ്പോ മണ്ണുവാരി പൂജിച്ചെന്ന് മണ്ണുവാരി പൂജിച്ചെന്ന് മണ്ണുവാരി പൂജിച്ചെന്നുണ്ണികൾ ചൊല്ലീതേ അമ്മയുമങ്ങാതു കേട്ട് അമ്മയുമങ്ങാതു കേട്ട് അമ്മയുമങ്ങാതു കേട്ടിട്ടാധിയോടങ്ങുടൻ ചെന്നു സേതു നിക്ക് സലീം ചേട്ടന് അറിയാവുന്ന ഒരു വഞ്ചിപ്പാട്ട് പറഞ്ഞേ. അയ്യോ, ഞാൻ യഥാർത്ഥത്തിൽ കുട്ടനാടൻ കുട്ടനാടൻ പുഞ്ചയിലെ. പുഞ്ചയിലെ. അത് ആക്ച്വലി വഞ്ചിപ്പാട്ടാണോ? അല്ല അല്ല, അത് വഞ്ചിപ്പാട്ടല്ല. ഞാനാണ് സേതുവിനോട് പറഞ്ഞത്, അല്ല സേതുവല്ല. സേതു ഇതുപാടിട്ട് ഇതാണ് സഹിച്ചേട്ടാ വഞ്ചിപ്പാട്ടെന്ന് പറഞ്ഞത്. ഞാൻ എപ്പോഴും സേതുവിനോട് പറഞ്ഞു ഇതെല്ലാം സേതുന്ന്. അതാണ് മക്കളെ കോംപ്രമൈസ് ആയിട്ട് പോവാം. അല്ല അറിയില്ലട്ടാ, ആശയക്കുഴപ്പത്തിലാക്കും. ശരി, അപ്പൊ നമുക്കേ മക്കളെ ഇത് എല്ലാ കൊല്ലം നിങ്ങൾ ഇത് ആദ്യ കൊല്ലമാണോ അല്ലെങ്കിൽ ഇതിന് മുന്നത്തെ വർഷമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? രണ്ടാമത്തെ. കഴിഞ്ഞ വർഷം കൊല്ലത്തെ കഴിഞ്ഞ വർഷം ഡിസ്ട്രിക്ട് വരെ ഞങ്ങൾ എത്തിയുള്ളൂ. ഓ, ആദ്യമായിട്ട് സ്റ്റേറ്റ് ലെവലിൽ വന്നു. സമ്മാനം കിട്ടിയോ? എ ഗ്രേഡും കിട്ടി. ആദ്യമായിട്ട് വന്നിട്ട് എ ഗ്രേഡ് മേടിച്ചോട്ടോ. അപ്പൊ മിടിക്കളാ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഒരു പാട്ടും കൂടെ ആയാലോ? ആവാം. ഏത് പാട്ട് പാടും? ഞങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചൊരു വഞ്ചിപ്പാട്ടുണ്ട്, അതന്നെ നോക്കാം. അത് നോക്കാം, നമുക്ക് നോക്കാം. ഓക്കെ, പിടിച്ചോ. പാടട്ടെ. തിരുവാറൻ മൂളനാഥൻ തിരുവാറൻ മൂളനാഥൻ തിരുവാറൻ മൂളനാഥൻ ഗുരുവായി വന്നരുളേണം സൂപ്പർ ആയിരുന്നു കേട്ടോ. ഇതിനൊക്കെ സേതുവിന്റെ 2 സ്റ്റെപ്പ് പഠിപ്പിക്കുകയും ചെയ്തു. അതെ അതെ, നല്ല സ്റ്റെപ്പ് ആയിരുന്നില്ലേ? വെറൈറ്റി ആയിരുന്നില്ലേ? ഫ്രഷ് ആയിരുന്നു. അപ്പോ നിങ്ങള് ഇഞ്ചോടിച്ച് മത്സരം കപ്പപ്പം തൃശ്ശൂര് കൊണ്ടുപോകും, ഞങ്ങളെ എടുക്കും. ഉണ്ട് കേട്ടോ, നോക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ മക്കളെ കാണാം.